അപ്പോൾ നാളെ പുഷ്പയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള പുഷ്പ ദി റൂൾ റിലീസാവാണ്. എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു പടം ലോ എക്സ്പെക്റ്റേഷൻസോടുകൂടി കാണുക എന്നതാണ്. കാരണം ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ എനിക്ക് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. ഇപ്പോൾ പുഷ്പ എന്ന് പറയുന്ന കഥാപാത്രം ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അതെന്തോ കൺവിൻസിങ് ആയിട്ടില്ല ട്രെയിലറിലൂടെ. എന്തായാലും സിനിമ എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഒരു ലോ എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് ഈ ഒരു പടം കാണാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് പുഷ്പ ദി റൈസ് എന്ന് പറയുന്നത്, എനിക്ക് അത്ര വൗ ഫാക്ടർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ആവറേജ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടായിരിക്കാം എനിക്ക് ആ ഒരു പടം ഒരു ആവറേജ് ഫീലിംഗ് ഉണ്ടായത്. എന്തായാലും ഇത്തവണ ഞാൻ എക്സ്പെക്റ്റേഷൻസിൻ്റെ അളവൊക്കെ കുറച്ചിട്ടാണ് ഈ ഒരു പടം കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വൗ ഫാക്ടർ ചിലപ്പോൾ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടറും റൈറ്ററായിട്ടുള്ള സുകുമാർ ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റോറി സെക്കൻഡ് പാർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു വേൾഡ് ബിൽഡിങ് ഈ ഒരു പടത്തിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു പടത്തിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും നല്ലൊരു ക്യാരക്ടർ ആർക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു പടത്തിൻ്റെ പ്രൊമോഷനിൽ എവിടെയും ഫഹദ് ഫാസിൽ അങ്ങനെ എടുത്തു പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ അല്ലു അർജുൻ ചെറുതായിട്ട് മെൻഷൻ ചെയ്തു എന്നല്ലാതെ എവിടെ അങ്ങനെ ഫഫയുടെ ആ ഒരു പേരങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി തിയേറ്ററിൽ വന്നിട്ട് ഫീൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാതെ നിന്നിട്ടുണ്ടാവാം. എന്തായാലും ഫഫയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലി വെയിറ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു പടത്തിൽ രശ്മികയ്ക്ക് നല്ലൊരു സ്പേസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ അത്ര വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നല്ലോ, ശരിക്കും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ട്രെയിലറിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഈ ഒരു പടത്തിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു DSP വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സാം CS ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഈ ഒരു പടത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ റസൂൽ പൂക്കുട്ടിയാണ് ഈ ഒരു പടത്തിൻ്റെ സൗണ്ട് ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻസിൻ്റെ അളവെല്ലാം കുറച്ചിട്ടാണ് ഈ ഒരു പടം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പടം കാണാൻ വേണ്ടി പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിൻ്റെ അളവ് ഹൈ ആയിട്ടാണോ ലോ ആയിട്ടാണോ വെക്കാൻ വേണ്ടി പോകുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. So thanks for watching this video. See you guys in the next video.